Husdadar Jewelers. മറ്റു വാർത്തകൾ നോക്കുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയുടെ പ്രതിഷേധം 6ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനിതയെ സന്ദർശിക്കുകയുണ്ടായി. വേട്ടക്കാർക്കൊപ്പം സർക്കാർ നിൽക്കുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് വി ഡി സതീശൻ പ്രതികരിച്ചത്. ഇപ്പോൾ വിശദാംശങ്ങൾ നൽകാൻ മേഘന മുരളി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. മേഘന, അനിതയെ പ്രതിപക്ഷ നേതാവ് കണ്ടിരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ശ്രുതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PB അനിതയുടെ സമരം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വലിയ രാഷ്ട്രീയ മാനങ്ങൾ ഈ സമരത്തിന് കൈവരുന്നു എന്നുള്ളതാണ്. സർക്കാരിന്റെ നിലപാടിനെതിരെ വലിയ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും പ്രതിപക്ഷ നേതാവ് അടക്കം ഇന്ന് PB അനിതയെ മെഡിക്കൽ കോളേജിൽ വെച്ച് സന്ദർശിക്കുകയും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൽ പ്രതിപക്ഷ നേതാവ് അടക്കം വലിയ രീതിയിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. അതിൽ പ്രധാനമായും ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് സത്യപ്രതിജ്ഞ ലംഘനം നടത്തി. മാത്രമല്ല, PSC പരീക്ഷ എഴുതി ജോലിയിൽ പ്രവേശിച്ച ഒരു സീനിയർ നഴ്സിംഗ് സൂപ്രണ്ടിനോട് കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനീതിയാണ് സർക്കാർ നടത്തുന്നത് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വി ഡി സതീശൻ നടത്തുകയുണ്ടായി. മാത്രമല്ല, വിവിധങ്ങളായിട്ടുള്ള പ്രതിപക്ഷ നേതാക്കളും UDF നേതാക്കളും LDF സ്ഥാനാർത്ഥി അടക്കമുള്ള ആൾക്കാർ ഈ PB അനിതയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. മാത്രമല്ല, അല്പസമയത്തിനകം തന്നെ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വിശദീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വലിയ തരത്തിൽ രാഷ്ട്രീയ, അതായത് സർക്കാരിന്റെ ഭാഗത്തുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇന്നടക്കം മുഖ്യമന്ത്രി അടക്കം ഈ ഒരു ഇതിനെ ആരോഗ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസ്താവനയെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതായത് ആരോഗ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് അനിതയുടെ ഭാഗത്തു നിന്ന് ഒരു കൃത്യം നിർവഹിക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 2023 മാർച്ച് 28-നാണ് ഈ ICU പീഡന കേസ് ഉണ്ടാകുന്നത്. അതിനുശേഷം ഇന്നുവരെ അനിതയുടെ മുകളിലുണ്ടാവാതിരുന്ന ഒരു ആരോപണമാണ് കൃത്യനിർവഹണത്തിലുള്ള വീഴ്ച എന്ന് പറയുന്നത്. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഉത്തരവിനെതിരെ ഒരു അപ്പീലുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. വലിയ നീതി നിഷേധം, അതായത് 3 മാസമായി PB അനിതയ്ക്ക് ശമ്പളം ലഭിച്ചിട്ട് സർക്കാർ ഹൈക്കോടതി ഉത്തരവ് ഇന്നലെ 2 ആഴ്ചക്കകമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം ഉണ്ടാകുന്നത്. അങ്ങനെ സർക്കാരിന്റെ ഭാഗത്ത് കടുത്ത വിയോജിപ്പ് അനിതയ്ക്കെതിരെയുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിജീവിതയുടെ ഒപ്പമാണ് സർക്കാർ എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അതിജീവിത അടക്കം തന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സീനിയർ നഴ്സിംഗ് ഓഫീസറിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി സർക്കാരിന് സാധിക്കുന്നില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ കോടതി ഇലക്ഷൻ നോട്ടീസ് PB അനിത സമർപ്പിച്ചിട്ടുള്ള കോടതി ഇലക്ഷൻ നോട്ടീസും സർക്കാർ ഹൈക്കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച അപ്പീലും തിങ്കളാഴ്ച പരിഗണിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ഈ സമരം ഏറ്റെടുക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണും. എന്തായാലും അനിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ അനിതയെ സന്ദർശിക്കുകയുണ്ടായി. അതിനുശേഷം വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. സർക്കാർ അതിജീവിതയ്ക്കൊപ്പമല്ല, പീഡനവീരന്മാർക്കൊപ്പമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സ്വന്തം പാർട്ടി അനുഭാവികൾ എന്ത് ഗുരുതര കുറ്റകൃത്യം ചെയ്താലും അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റേതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയല്ലേ എന്നും എന്നിട്ടും എന്താണ് അതിജീവിതയ്ക്കൊപ്പം നിൽക്കാത്തതെന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. വിവരങ്ങളാണ് മേഘന മുരളി നൽകിയത്. കോഴിക്കോട് ICU പീഡന കേസിൽ അതിജീവിതയെ അനുകൂലിച്ച സീനിയർ നഴ്സ് PB അനിതയെ ജോലിയിൽ പ്രവേശിപ്പിക്കാത്തതിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രി. അവിടെ അരുതാത്ത ചിലത് സംഭവിച്ചു. ആരോഗ്യമന്ത്രി പറഞ്ഞത് ശരിയെന്നും ആർക്കും എതിരല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ആരോഗ്യമന്ത്രിയുടെ അറിവിൽപ്പെട്ടിടത്തോളം അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു അന്വേഷണം നടന്നിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ ചില കുറ്റക്കാരെ കണ്ടിട്ടുണ്ട്. ആ കുറ്റക്കാരുടെ കാര്യം ഹൈക്കോടതി ശ്രദ്ധയിൽപ്പെടുത്തും.